കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശം. ഇടവരമ്പ്, പൊൻപുഴ, പുളിയിട്ടവയൽ എന്നിവിടങ്ങളിൽ വീടുകൾക്കും കൃഷികൾക്കുമാണ് നാശമുണ്ടായത്. ഊമലയിലെ ജോസഫ് ടി ജെയുടെ 300ഓളം വാഴകളാണ് നശിച്ചത്. ഇടവരമ്പിലെ പാലക്കാമറ്റം കോമളവല്ലി, പൂക്കുടി തമ്പാൻ എന്നിവരുടെ വീടുകളുടെ മുകളിൽ കവുങ്ങുകൾ വീണ് നാശനഷ്ടമുണ്ടായി. ഇടവരമ്പിലെ വരളിക്കര ജോയി, സുഭാഷ്, മാളിയേക്കൽ ബിജു, പൂക്കുടി തമ്പാൻ, പാലക്കാമറ്റം കോമളവല്ലി, ആൻഡ്രൂസ് ആനിക്കാട്, പുളിക്കൽ തങ്കച്ചൻ, പൊൻപുഴയിലെ തോട്ടുങ്കൽ ഏലിയാസ് എന്നിവരുടെ കവുങ്ങ്, വാഴ, റബ്ബർ തുടങ്ങിയ കൃഷികളാണ് കാറ്റിൽ നശിച്ചത്. കൃഷി നശിച്ച പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പഞ്ചായത്ത് അംഗം രജിത സജി, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സന്ദർശിച്ചു. കൃഷിനാശം സംഭവിച്ച വിള ഇൻഷൂർ ചെയ്ത കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും അല്ലാത്തവർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ആനുകൂല്യങ്ങളും കൃഷിവകുപ്പ് വഴി ഉടൻ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കാറ്റില് കൊല്ലംപറമ്പില് ജോസഫ് പേരുണ്ട്, കുട്ടപ്പഞ്ചാറിനെ നമ്മൾ വിളിക്കുന്നത്. കുട്ടപ്പഞ്ചാറിന്റെ വാഴ കൃഷി ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. അതിൽ പകുതി ഭാഗം വാഴ, കൊലച്ച വാഴകളൊക്കെ ഇൻഷുർ ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ബാക്കി ചെറുവാഴകളൊന്നും ഇൻഷുർ ചെയ്തതല്ല. ഒരു തോട്ടത്തിലെ മുഴുവൻ വാഴകളും ഒരു വാഴയ്ക്ക് 3 രൂപ വെച്ചിട്ട് ഇൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കുമെങ്കിലും സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. കൃഷിഭവന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അത്രയെങ്കിലും ചെയ്തത്. ആ കൊലച്ച വാഴകൾക്ക് ഇൻഷുർ ചെയ്തതായതുകൊണ്ട് വാഴയൊന്നിന് 300 രൂപ അല്ലേ, വാഴയൊന്നിന് 300 രൂപ വെച്ച് ഇൻഷുറൻസ് പരിരക്ഷ കുട്ടപ്പഞ്ചാറിന് കിട്ടും. മറ്റ് കൊലക്കാത്ത വാഴയ്ക്ക്, ഇൻഷൂർ ചെയ്യാത്ത കൊലക്കാത്ത വാഴയ്ക്ക് 100 രൂപ തോതിലും ഇൻഷുറൻസ് കൃഷിഭവനിൽ നിന്ന് സമാശ്വാസമായിട്ട് കൃഷി വകുപ്പിൽ നിന്ന് അനുവദിച്ച് കിട്ടും. പരമാവധി വേഗത്തിൽ ഇദ്ദേഹത്തിന് കിട്ടാവുന്ന ആശ്വാസം, അതൊരു സമാശ്വാസം എന്നുള്ള വാക്കാണ് കൂടുതൽ ശരി, ആശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ളൊരു നടപടികൾ കൃഷിഭവൻ വളരെ വേഗത്തിൽ ചെയ്യും. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വാഴ കൊലച്ചു വരുമ്പോൾ വാഴ നശിക്കുക എന്ന് പറഞ്ഞത് അത് ഉണ്ടാക്കുന്ന വിഷമം അത് വാക്കുകൾക്ക് അതീതമാണ്, പറഞ്ഞാൽ തീരുന്നതല്ല. വിശേഷിച്ചും നമ്മുടെ ഈ മേഖലയിലൊക്കെ മറ്റ് കൃഷികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങ്, കുട്ടപ്പഞ്ചാറിനാണെങ്കിൽ തന്നെ ഏകദേശം 100ഓളം തെങ്ങുണ്ടായിരുന്നത് ഇപ്പോൾ 20 തെങ്ങേ ഉള്ളൂ, 15 തെങ്ങേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തെങ്ങും കവുങ്ങും എല്ലാം നശിച്ച്, അങ്ങനെ തെങ്ങും കവുങ്ങും എല്ലാം നശിച്ച് സ്ഥലമുണ്ടെങ്കിലും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറുങ്കൂപ്പ് കൃഷികളെന്ന് പറയുന്ന വാഴ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞത്. വാഴ കൃഷി നല്ല എന്ത് മുഖി എന്ന് പറഞ്ഞാൽ സ്വർണ്ണമുഖി വാഴകളാണ് വെച്ചിരുന്നത്. സ്വർണ്ണമുഖി വാഴകൾ വെച്ച് കൊല വന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് കഴിയുന്ന ആശ്വാസം കൃഷിഭവൻ വഴിയായിട്ട് ചെയ്തു കൊടുക്കാൻ ഉറപ്പായും ശ്രമിക്കും. അത് മാത്രമാണ് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ കുട്ടപ്പഞ്ചാറിനോട് പറയാറുള്ളത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 656.